ഈ സത്യഭാമയുടെ ഒരു സത്യം പറച്ചില്. ആ വ്യക്തിക്ക് സൗന്ദര്യമില്ലെന്നോ ആ വ്യക്തി കളിക്കുന്നത് കൊള്ളില്ലെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് സത്യഭാമ. ഇന്നലെ കേരളക്കര ഒന്നടങ്കം കണ്ടതാണ് ഈ പ്രഹസനം. വെറുത്ത വാക്കുകൾ. ഈ സ്ത്രീക്ക് നാണമില്ലേ എന്ന് കണ്ടവരെല്ലാം ഒരേ സ്വരത്തിലാണ് ചോദിച്ചത്. ഇത്തരത്തിലുള്ള ഇടുങ്ങിയ ചിന്താഗതി കൊണ്ട് നടക്കുന്ന ഒരുപാട് സത്യഭാമകൾ കേരളത്തിൽ അവിടെ ചുറ്റി നടപ്പുണ്ട്. ക്യാമറയ്ക്ക് മുന്നിൽ എത്തിപ്പെടുന്നില്ല എന്ന് മാത്രം. ഇത്തരത്തിൽ നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപങ്ങൾ എന്തൊരു വിരോധാഭാസമാണ്. ആള് ചില്ലറക്കാരിയല്ല കേട്ടോ. താലി വലിച്ചു പൊട്ടിച്ചു മുഖത്തിടിച്ചു. കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരായ സ്ത്രീധന പരാതിയിൽ ഗുരുതര ആരോപണങ്ങളുണ്ട്. സത്യഭാമ മാനസികമായും ശാരീരികമായും പീഡനത്തിനിരയാക്കിയെന്ന് മകന്റെ ഭാര്യ പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. എന്തായാലും സമാധാനമായില്ലേ? സത്യഭാമയ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. നർത്തകൻ ഡോക്ടർ RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച സംഭവത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത്. കേരളം കത്തുകയാണ്. ഇപ്പോൾ സംഭവത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയുകയാണ് സത്യഭാമ. എന്തൊക്കെയാണെന്നല്ലേ? ആരെയും വ്യക്തിഹത്യ ചെയ്തിട്ടില്ല പോലും. കേസ് വന്നാൽ അത് നേരിടുമെന്നും അവർ പറയുന്നുണ്ട്. ഇത്രയും വിവാദം ആളിക്കത്തിയിട്ടും നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആ മനസ്സ്, ആ തൊലിക്കെട്ടി പറയാതെ വയ്യ. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും സൗന്ദര്യം എന്നത് നൃത്തത്തിന് വലിയൊരു ഘടകമാണത്രേ. അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. ഞാൻ മോഹിനിയാട്ടം ആൺപിള്ളേരെ പഠിപ്പിക്കുന്നില്ല. നിറം നിർബന്ധമാണ്. നിറമില്ലാത്ത കുട്ടിയെ വെളുപ്പിച്ച് എടുക്കാറുമുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നാൽ ഇച്ചിരി കറുപ്പുള്ള കുട്ടിയാണെങ്കിൽ നല്ലപോലെ വെളുപ്പിച്ചെടുക്കും. അതേക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. നമ്മുടെ കേരളത്തിൽ കുറെ ആൺപിള്ളേർ മോഹിനിയാട്ടം കളിക്കുന്നുണ്ട്. അതിൽ ചിലത് കൊള്ളില്ലെന്ന് ഞാൻ പറഞ്ഞു. എനിക്കെന്താ പറഞ്ഞൂടെ? ഞാനൊരു കവലയിലോ സദസ്സിൽ ചെന്നോ പറഞ്ഞിട്ടില്ല ഞാൻ വ്യക്തിഹത്യ ചെയ്തിട്ടില്ല. ആ വ്യക്തിക്ക് സൗന്ദര്യമില്ല എന്നോ ആ വ്യക്തി കളിക്കുന്നത് കൊള്ളില്ലെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേര് സഹിതം കൊണ്ടുവരണം. ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നാണ് സത്യഭാമയുടെ വാദം. ചാലക്കുടിയിൽ ഇയാൾ ഒരാൾ മാത്രമേ ഉള്ളൂ നൃത്തം ചെയ്യാൻ. കലാഭവൻ മണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സിനിമ നടനായിരുന്നു. വേറൊരു കലാഭവൻ മണി അവിടെ സിനിമയിൽ അഭിനയിക്കുന്ന ആളില്ല. അതുപോലെയാണോ ഇയാളുടെ പേര്? ഇയാൾ മാത്രമേ ഉള്ളൂ അവിടെ നൃത്തം ചെയ്യുന്നത്. RLV കോളേജ് തൃപ്പൂണിത്തറയിൽ ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണെന്നറിയാം. കലാമണ്ഡലത്തിൽ ഡാൻസ് ഒന്നും ആൺകുട്ടികൾക്കില്ല. മ്യൂസിക് കോളേജിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ കുറവാണ്. കേരള നടനത്തിനാണ് അവിടെ ആൺപിള്ളേർ കൂടുതലുള്ളത്. ഇപ്പോഴാണ് ഭരതനാട്യം മോഹിനിയാട്ടം അവിടെ വന്നത്. RLV കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഇഷ്ടം പോലെ പയ്യന്മാർ തൃശൂർ, ചാലക്കുടി, പെരുമ്പാവൂർ, ആലുവ എന്നിവിടങ്ങളിലൊക്കെ ഉണ്ട്. എന്നെ ടാർഗറ്റ് ചെയ്യാൻ ഒരാളുടെ പേര് പറഞ്ഞ് ഈ പറയുന്നത് എന്ത് ഉദ്ദേശത്തിലാണെന്നാണ് സത്യഭാമ ചോദിക്കുന്നത്. SC/ST എന്നൊരു വാക്കേ അതിൽ പറഞ്ഞിട്ടില്ല പോലും. അതെന്താ SC/SCക്കാർക്ക് നൃത്തം കളിച്ചൂടാ എന്ന വല്ല നിയമമുണ്ടോ? കറുപ്പിന് 7 അടക് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ. സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആ തൊലിക്കെട്ടി കേരളക്കര സമ്മതിച്ചു തന്നിരിക്കുകയാണ്.